എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോ ആണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റിച്ചിങ് മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തുന്നിയാലും ഇതുപോലൊരു ബോ തയ്ച്ചെടുക്കാൻ പറ്റുമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 2 കളറിലുള്ള ക്ലോത്താണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് വീതിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ റോസ് കളറിലുള്ള റിബൺ ആണ് എടുത്തിട്ടുള്ളത്. ഈ റിബണും 1.5 ഇഞ്ച് വീതി തന്നെയാണ്. ഇനി നമ്മൾ ഇതുപോലെ പഴയ ഹെയർ ബാൻഡിൻ്റെ അകത്തുള്ള കമ്പിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ആദ്യം ഈ കമ്പി എത്ര നീളമുണ്ടെന്ന് ഇതുപോലെ ചുറ്റി അളന്നെടുക്കാം. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് 15 ഇഞ്ചാണ് കേട്ടോ. പ്ലസ് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് 16 ഇഞ്ചിൽ നമുക്ക് അളന്നെടുക്കാം കേട്ടോ. ഈ 16 ഇഞ്ചാണ് നമ്മളുടെ എന്താ പറയുക ഈ ബ്ലാക്ക് കളർ ക്ലോത്ത്. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കൊരു 8 ഇഞ്ചിൽ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ നമ്മൾ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് 2 ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്കിത് തയ്ച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഈ കമ്പി അകത്ത് കയറുന്ന രീതിയിൽ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മടക്കിയിട്ട് ഈ കമ്പിയുടെ വീതി എത്രയാണോ അത്രയും നോക്കി നമുക്ക് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങും പിടിച്ചാൽ മതി. എന്നിട്ട് കമ്പിയെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി ഭാഗം കേട്ടോ അവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചതിന് ശേഷം നമ്മുടെ ആ കമ്പി കിടക്കുന്ന ആ ഒരു വീതിയിൽ താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ട് കുറച്ച് ഭാഗം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഉണ്ടല്ലോ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ കമ്പി എടുക്കാം കേട്ടോ. ഈ കമ്പി വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കുത്തി മറിച്ചെടുക്കാം. ഈ കമ്പി ഫസ്റ്റ് ഒന്ന് കയറാൻ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അങ്ങ് കയറിക്കോളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ അകത്തേക്കാക്കി കൊടുക്കുക. കുറച്ചൊന്ന് ലൂസിൽ തയ്ച്ചാൽ നമുക്ക് പെട്ടെന്ന് കയറും. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ടൈറ്റ് ഇല്ലാതെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ട് വൃത്തികേടായിട്ട് നിൽക്കും നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡ്. കുറച്ച് ടൈറ്റ് ആയാൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തിക്കിയിട്ട് ഫുള്ളായിട്ട് കയറ്റി കൊടുക്കുക. ഇപ്പം നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഹാഫ് പോർഷനെ ഇവിടെ കയറ്റിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതേ ഭാഗം ചെയ്തെടുത്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് കമ്പി ഇതുപോലെ കുത്തിയിട്ട് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറ്റേ അറ്റവും ഇതുപോലെ കയറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ജോയിൻറ്റ് ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അടിഭാഗമൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റോസ് കളറ് റിബൺ എടുത്തിട്ട് ആദ്യം ഇതുപോലെ മടക്കി കൊടുക്കുക തലപ്പ് ഭാഗം. എന്നിട്ട് ആദ്യം അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഇത്തിരി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമ്മളുടെ ഈ ക്ലോത്തിനെ ഇതുപോലെ താഴോട്ടേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. 1/4 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് താഴോട്ടാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഫ്രണ്ടിലോട്ട് മടക്ക് വരുന്ന രീതിയിൽ വെച്ച് മടക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ 1/4 ഇഞ്ച് അകത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മളുടെ ഈ റിബൺ തീരുന്നവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കിയിട്ടാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ കുപ്പി മൂടി കൊണ്ടൊക്കെ ഹെയർ ബോ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ലാസ്റ്റിലെത്തുമ്പോൾ നമ്മളുടെ തലപ്പ് ഭാഗം അകത്തേക്ക് വെച്ചിട്ട്, അതായത് താഴ്ഭാഗത്തോട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. താഴ്ഭാഗം വരെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സെൻറ്റർ ഭാഗത്തല്ലല്ലോ സ്റ്റിച്ച് ചെയ്തത്, കുറച്ചൊന്ന് നീക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2 സ്റ്റിച്ച് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഹെയർ ബാൻഡിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻ്റ് പാർട്ട് ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇനി ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും ഫാബ്രിക് ഗ്ലൂ കൊണ്ടായാലും നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിതാ നമ്മുടെ ഈ ഫ്ലവർ പോലത്തെ ഇതുണ്ടല്ലോ, നമുക്ക് എവിടെ മുതൽ എവിടം വരെയാണ് വെക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ചോക്ക് കൊണ്ട് ഒരു അടയാളം പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഗ്ലൂ ഗൺ എടുത്തിട്ട് നമുക്കിതാ ആ ഒരു മാർക്കിങ്ങിൽ ഇതുപോലെ നീളത്തിൽ ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക, വെച്ച് ഒട്ടിച്ചെടുക്കുക. ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗത്തും ഇതുപോലെ തന്നെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. ഇപ്പം ഞാൻ ഫാബ്രിക് ഗ്ലൂ കൊണ്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗമൊക്കെ ഏകദേശമായിട്ട് നോക്കിയിട്ട് ഒരു വലിയൊരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വലിയ സ്റ്റോൺ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എല്ലാം നമുക്ക് ഓരോരോ സ്റ്റോൺ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്